എല്ലാ പഞ്ചായത്തിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന കായിക കേരളം പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. സംസ്ഥാന കായിക വകുപ്പിൻ്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വൈക്കം ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ അക്കരപ്പാടം ഗവൺമെൻറ് UP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫുട്ബോൾ ടർഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടം എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കളിക്കളങ്ങൾ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. 1400 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും, അതോടൊപ്പം തന്നെ 500-ലധികം കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് ഏകദേശം 2000-ലധികം കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. 369 കളിക്കളങ്ങളുടെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയ കളിക്കളം, സ്റ്റേഡിയങ്ങൾ, അത്തരത്തിലുള്ള പഞ്ചായത്ത് കളിക്കളങ്ങൾ കൂടാതെയുള്ള കണക്കാണ്. കോട്ടയം ജില്ലയിൽ നമ്മൾ നിർമ്മിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പുതിയ ജില്ലാ കളിക്കളം നിർമ്മിക്കുന്നത്, ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം, സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ വലിയ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ കേരളത്തിൽ ഒട്ടും നടക്കുകയാണ്. അവിടങ്ങളിലൊക്കെ തന്നെ ലഹരിക്ക് ബദലായി എന്താണ് കുട്ടികളുടെ എനർജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അത് സ്പോർട്സ് ആണ് എന്നാണ്. ലഹരിക്കെതിരെയുള്ള രണ്ടാം ഘട്ട പോരാട്ടത്തിന്റെ ഭാഗമായാണ് കായിക കേരളം പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വൈക്കം MLA CK ആശ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നമുക്കത് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന അവസ്ഥയിൽ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ തന്നെ അവിടുത്തെ കുട്ടികൾക്ക് വൈക്കം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ വൈക്കം എന്ന ടൗൺ എന്ന തരത്തിൽ അവിടെ സ്റ്റേഡിയം നിർമ്മിക്കണം എന്നുള്ള ഒരു ആശയം ഉണ്ടാകുകയും 2 സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ഥലം കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, 2 പ്രധാനപ്പെട്ട വൈക്കത്തെ സ്കൂളുകളുടെ ഗ്രൗണ്ടുകളാണ്. ഒന്ന് വൈക്കം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടും, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മടിയത്ര എന്ന് നമ്മൾ വിളിക്കുന്ന വൈക്കം വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടും കണ്ടെത്തുകയും വൈക്കം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2.5 കോടി രൂപയും വൈക്കം വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2 കോടി രൂപയും സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വഴി സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടി അനുവദിപ്പിച്ച് MLAയുടെ ഫണ്ടിൽ നിന്നുള്ള 60 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ആനന്ദവല്ലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഗോപിനാഥൻ, PTA പ്രസിഡന്റ് കിഷോർ കുമാർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ER നടേശൻ, സാബു P മണലോടി, അക്കരപ്പാടം ശശി തുടങ്ങിയവരടക്കം 100 കണക്കിന് പ്രദേശവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. വിഷൻ ന്യൂസ്, വൈക്കം.